ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച. മത്തായി 13 അധ്യായം 54 മുതൽ 58 വരെ വാക്യങ്ങൾ. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു 9 വയസ്സുള്ള ആൺകുട്ടി ഉയർന്ന ജാതിയിലെ അധ്യാപകർക്കുള്ള പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിന് അധ്യാപകൻ്റെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചു. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ തലേ ദിവസമായിരുന്നു ഈ സംഭവം. മുമ്പ് അസ്പൃശ്യർ എന്നറിയപ്പെട്ടിരുന്ന ദളിതർ ഇന്ത്യയിലെ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ജാതി ശ്രേണിയുടെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ജാതി വിഭാഗങ്ങൾക്ക് പുറത്തുള്ളവരായിട്ടാണ് ദളിതരെ കാണുന്നത്. അവരുടെ സാന്നിധ്യമോ സ്പർശനമോ പോലും മലിനമാക്കുന്നതായി കാണത്തക്ക വിധം അവർ അശുദ്ധി ഉള്ളവരായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടന അയിത്തം നിർത്തലാക്കി. അതായത് ഒരു ദളിതനെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹികവും ശാരീരികവും രാഷ്ട്രീയവുമായ ബഹിഷ്കരണത്തിനോ അക്രമത്തിനോ വിധേയമാക്കുന്നത് ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യമാണ്. അത് ഒരു ക്രൂരതയായി നിർവചിക്കപ്പെടുന്നു. എന്നിട്ടും ജാതി അതിക്രമങ്ങൾ നിത്യസംഭവമാണ്. മണിക്കൂറിൽ ഏതാണ്ട് 5 അതിക്രമങ്ങൾ ദളിതർക്കെതിരെ നടക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവും സ്വന്തം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുൻവിധിയും തിരസ്കരണവും നേരിടുന്നതായി കാണാം. അവർ പരസ്പരം ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി ഇവന് ഈ ജ്ഞാനം? എങ്ങനെയാണ് ഇത്രയും മഹത്തായ പ്രവൃത്തികൾ ചെയ്യാൻ ഇവന് കഴിയുന്നത്? തൻ്റെ പിതാവ് ജോസഫിനെ പോലെ ഒരു ലളിതമായ മരപ്പണിക്കാരനായിട്ടാണ് അവർ യേശുവിനെ അറിഞ്ഞിരുന്നത്. അവർക്ക് അവൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും എല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ പഠനവും അത്ഭുതങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായി മറ്റുള്ളവരുടെ കഴിവുകൾ കാണുമ്പോൾ അവരെ ഒഴിവാക്കുകയോ വിലയിരുത്തുകയോ ചെയ്യാറുണ്ടോ? നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. നമ്മൾ പലരെയും വിധിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഇങ്ങനെ അവരെക്കുറിച്ചുള്ള മുൻവിധികൾ തുടരുക, അല്ലെങ്കിൽ ഞാൻ വിധിക്കുകയാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള വിധി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം തീർച്ചയായും മഹത്തായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ ജ്ഞാനവും വിശ്വാസവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിൽ, പ്രത്യേകിച്ച് നാം സാധാരണക്കാരായി കാണുന്നവരിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് വിനയം ആവശ്യമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം ബാംഗ്ലൂർ.